മിസ്റ്റർ, കേരളത്തിന്റെ വികസനത്തിന് അടിത്തറയിടുന്ന ബജറ്റ് എന്നുള്ളതാണ് അവകാശവാദം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്നും അങ്ങ് അവകാശപ്പെടുന്നുണ്ടായിരുന്നു. വമ്പൻ പ്രഖ്യാപനങ്ങളില്ല, ക്ഷേമ പെൻഷൻ വർധനയില്ല, കടുത്ത സാമ്പത്തിക ഞെരുക്കം പ്രകടമല്ലേ? അങ്ങനല്ല. സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്? നമുക്ക് കഴിഞ്ഞ വർഷം ആകെ നമ്മൾ ചിലവാക്കിയത് 2023-24 നമ്മൾ ആകെ ചിലവാക്കിയത് 1,59,000 കോടിയായിരുന്നു AGയുടെ കണക്ക് വന്നപ്പോൾ. ഈ വർഷം നമ്മൾ ചിലവാക്കാൻ പോകുന്നത് 1,78,000 കോടിയാണ്. അതിപ്പം ഫൈനൽ അക്കൗണ്ട് വരുമ്പോൾ ആണ് കറക്റ്റ് ഫിഗർ വരിക. പക്ഷേ 10,15,000 കോടി രൂപ അധികം ചിലവാക്കുന്നത്. അപ്പം അത്രയ്ക്കും വേണ്ടി സാമ്പത്തിക പ്രതിസന്ധി മാറിയതുകൊണ്ടാണല്ലോ കൂടുതൽ ചിലവാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ 3 വർഷവും ഉണ്ടായിരുന്ന 1,60,000 കോടിക്ക് അപ്പുറത്തേക്ക് വരാൻ ഇപ്പോഴാണ് പറ്റിയത്. അപ്പോൾ ആ തരത്തിലൊരു ഗ്രോത്ത് ഉണ്ട്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വലിയ തോതിലുള്ള തരാതിരിക്കുന്നതിൻ്റെ പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ പണമായി എന്തും ചെയ്യാനുള്ള പണം ഉണ്ടെന്നല്ല, അത് മെച്ചമുണ്ടായിട്ടുണ്ട്, കൂടുതൽ മെച്ചപ്പെടും. പിന്നെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതികൾ പലതും ഇന്നത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ വിശദമായി നോക്കിയാൽ മതി. വലിയ ഭാവി സാധ്യതയുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റും അതിൽ വന്നിട്ടുണ്ട്. മിസ്റ്റർ, കഴിഞ്ഞ ബജറ്റിൽ അങ്ങ് പറഞ്ഞ പ്ലാൻ ബി, കേന്ദ്രവുമായുള്ള സാമ്പത്തിക ചർച്ചകളിൽ തീരുമാനമായില്ലെങ്കിൽ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാൻ ബി, അത് പ്ലാൻ വെട്ടിക്കുറയ്ക്കലാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. തുടർച്ചയായ 2 വർഷം ക്ഷേമ പെൻഷൻ വർധനയില്ല, ഭാവി വർധനയെക്കുറിച്ചുള്ള സൂചനകളില്ല. നമ്മുടെ ഒരു അഭിമാന പ്രഖ്യാപനമായിരുന്നല്ലോ. അതേസമയം ഇന്ധന സെസ് അടക്കം തുടരുകയും ചെയ്യുന്നുണ്ട്. വെട്ടിക്കുറച്ചു എന്ന് അവർ പറയുന്നതാണല്ലോ. പ്ലാൻ സൈസ് വെട്ടിക്കുറച്ചു എന്നല്ല, പ്ലാനിനകത്ത് ചില റീഓറിയൻറ്റേഷൻ നടത്തിയിട്ടുണ്ട്, വെട്ടിക്കുറവ് വരുത്തിയിട്ടില്ല. സ്പെൻഡിങ്ങിനകത്ത് വലിയ കുറവ് വരാതെ തന്നെ അത് അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് തരാനുള്ള പണം തരുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. എന്തിനാണ് ഞാൻ കൂടുതൽ പറയുന്നത്? നമ്മുടെ വയനാട് ചൂരൽമല ദുരന്തത്തിന് പോലും അനുവദിക്കാൻ ഒരു പണവും അനുവദിക്കാത്ത ആളുകളാണ് കേന്ദ്രം. ആ ഒരു സമീപനം നമ്മളിവിടെ ഉണ്ട്. അതിൻ്റെ പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. എങ്കിലും ഡി എ കുടിശ്ശിക അല്ല, ഒരു DA ഇന്ന് പ്രഖ്യാപിച്ചു. അടുത്ത ഏപ്രിൽ മാസം മുതൽ ഏറ്റവും കുറഞ്ഞ 750 രൂപ മുതൽ ഒരു 5,000 രൂപ വരെ ഒരു മാസം അധികം കിട്ടുന്നതാണ് ഡി എ പ്രഖ്യാപനം. ചെറിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. കരാർ ജീവനക്കാർക്ക്, ഡെയിലി ജീവനക്കാർക്ക് മാസം 1,000 രൂപ, ശരാശരി 1,000 രൂപയ്ക്ക് അടുത്ത് വർധന വരുന്ന ഒരു പദ്ധതി, അത് വർധന ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ കിട്ടില്ല എന്ന് വിചാരിച്ച ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു, അത് ഏകദേശം 2,400 കോടി വരും. അത് ഇന്ന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കേരളം പോലൊരു സ്റ്റേറ്റിൽ, അതുപോലെ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡു 600 കോടി ഇന്ന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ തുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. സാമാന്യം വലിയ തുക തന്നെയാണ്. പെൻഷൻ്റെ മുഴുവൻ കുടിശ്ശികയും, സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ മുഴുവൻ കുടിശ്ശികയും അടുത്ത വർഷം കൊടുത്തു തീർക്കും. 3 ഗഡു കൊടുക്കാനുണ്ട്, 3,000 കോടി രൂപ. അപ്പോൾ അതെല്ലാം കൊടുത്തു തീർക്കും എന്നുള്ളത് അങ്ങേറ്റം ഉറപ്പോട് കൂടിയാണ് പറഞ്ഞത്. അത് ചെറിയ കാര്യമാണെന്ന് തോന്നുന്നില്ല. സർക്കാർ ജീവനക്കാർ സംസ്ഥാനത്താകെ വലിയ പ്രകടനമൊക്കെ നടത്തുന്നുണ്ട് ഈ പ്രഖ്യാപനങ്ങൾ അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ട്. ശരി മിനിസ്റ്റർ, ഇപ്പോൾ സപ്ലൈകോ അടക്കമുള്ളവയ്ക്ക് കുടിശ്ശിക കൊടുക്കാനുള്ള പണമേ അനുവദിച്ചിട്ടുള്ളൂ ബജറ്റിൽ. അതായത് 700 കോടി രൂപ ഇപ്പോൾ കുടിശ്ശികയുണ്ട്, അതുമാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. വരും സാമ്പത്തിക വർഷവും സാമ്പത്തിക ഞെരുക്കമുണ്ടാകും സ്വാഭാവികമായിട്ടും. ഈ ബജറ്റ് എങ്ങനെ പെർഫോം ചെയ്യുമെന്നാണ് VD സതീശൻ ചോദിക്കുന്നത്. ബജറ്റ് പെർഫോം ചെയ്യുമെന്നുള്ളത് ആണ് അഷുറൻസ് ഞങ്ങളുടെ. കാരണം ബഡ്ജറ്റ് പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം എങ്ങനെ ചിലവാക്കും എന്നുള്ളതാണ്. ചിലവാക്കാനുള്ള പണം ഉള്ളത് വെച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞതിനേക്കാളും അല്പം കൂടി അധികം ചിലവാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൺസർവേറ്റീവായിട്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെക്കാളും കുറച്ചുകൂടെ കൺസർവേറ്റീവായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ വെച്ച ബഡ്ജറ്റ് ഞാൻ പറഞ്ഞല്ലോ, അതിനു മുമ്പത്തെ വർഷത്തെക്കാളും 12,000 കോടി രൂപ അധികം നമുക്ക് സോഴ്സ് കണ്ടെത്താനും ചിലവാക്കാനും പറ്റി. ഈ വർഷവും ആ തരത്തിലൊരു ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ സപ്ലൈകോയുടെയൊക്കെ കുടിശ്ശിക വളരെ പണ്ടേ ഉള്ള കുടിശ്ശികയാണ്. കഴിഞ്ഞ വർഷം മാർച്ചിൽ, അതിന് 5-6 വർഷം മുമ്പുള്ള 1,400 കോടി രൂപയാണ്. ഇപ്പോഴെങ്ങും എടുത്തതല്ല, കൊടുത്തു തീർത്തു. സപ്ലൈകോയ്ക്ക് പലപ്പോഴും വന്ന ബാധ്യതയാണ്. ഇപ്പോഴും വെച്ചിരിക്കുന്ന ബഡ്ജറ്റിൽ വെച്ചേക്കുന്ന തുക മാത്രമല്ല, അധികം കൂടുതൽ കൊടുക്കേണ്ടി വരും. ആ പണം കൊടുക്കും, അതിനകത്തൊന്നും തർക്കമില്ല. പക്ഷേ കഴിഞ്ഞ വർഷം തന്നെ കൊടുത്ത ഇത്രയാണ് അധികം. മനസ്സിലായി. ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്, നമ്മുടെ ഒരു കീഴ്വഴക്കമാണല്ലോ കുറച്ച് ജനക്ഷേമ പദ്ധതികൾ തെരഞ്ഞെടുപ്പ് വർഷം ബജറ്റിലുണ്ടാവാന്നുള്ളത്. ഭൂനികുതിയിൽ ഒറ്റയടിക്കുള്ള വർധനവ് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പ്രഖ്യാപിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഏതാണ്ട് 50% വർധന പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അത് ജനങ്ങളിലുള്ള വിശ്വാസമാണ്. കാരണം എനിക്കറിയാവുന്ന ആരോട് പറഞ്ഞാലും അവർക്ക് 10 സെൻറ്റിന് ഇപ്പോൾ 20 രൂപയായിരുന്നു ഒരു വർഷം ടാക്സ്. അത് 30 രൂപയായി എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്ന പരിചയക്കാരും നാട്ടുകാരേ ഉള്ളൂ. ഇവർ ശതമാനം എന്നൊക്കെ പറയുമ്പോൾ
ഒരു ആറിന് 5 രൂപയായിരുന്നു 7.5 രൂപയാക്കി. ഒരു 6 എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റ്. അപ്പോൾ 5 സെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 6, 4 6 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 10 സെൻറ്റാണ്. 10 സെൻറ്റ് ഒരാൾക്ക് ഒരു വർഷം 10 രൂപ അധികം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാണെന്നൊന്നും ഈ കേരളത്തിൽ ആരും പറയില്ല. പ്രതിപക്ഷം അങ്ങനെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് കാര്യമില്ല. അതുകൊണ്ട് ഇത് വലിയൊരു വർധനയല്ല എന്നുള്ളത് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞത്. ആകെ 300 കോടി രൂപയുള്ളൂ ഇതെല്ലാം കൂടെ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോ കേന്ദ്ര സഹായത്തിൽ വലിയ കണ്ണു വെക്കേണ്ടതില്ല എന്ന് ബോധ്യമായിട്ടുണ്ട് സെൻട്രൽ ബജറ്റ് കഴിഞ്ഞൊരു പശ്ചാത്തലത്തിൽ. ദേശീയ ആവറേജ് കേരളത്തിനൊപ്പം എത്തുന്നത് വരെ അങ്ങോട്ട് നോക്കേണ്ടതില്ല എന്ന നിലയ്ക്കാണ് ചില പ്രതികരണങ്ങൾ പോലും ഉണ്ടായത്. തനത് വരുമാന വർധനയ്ക്ക് എന്താണ് വഴി? 19,000 കോടിയാണ് വരുമാന വർധനവ് പ്രതീക്ഷിക്കുന്നത് ബജറ്റ്. അതിനുള്ള നിർദ്ദേശങ്ങൾ അങ്ങനെ കണ്ടതുമില്ല. ധനമന്ത്രിക്ക് അതിലൊരു പ്ലാൻ ബി ഉണ്ടോ? പറഞ്ഞില്ലെങ്കിലും ബജറ്റിനകത്ത് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിച്ച് കുറേ വരുമാനം വരിക എന്നല്ലാതെ വേറെ ഒരു മാജിക്കും ഇല്ല. കാരണം നമുക്ക് മദ്യത്തിൻ്റെ നികുതി കൂട്ടാൻ പറ്റത്തില്ല. കാരണം ഇനിയും മദ്യത്തിൻ്റെ നികുതി കൂട്ടുന്ന മര്യാദയല്ല. മറ്റൊരു മേഖല പെട്രോളാണ്. നമുക്ക് അതിനകത്ത് ഒരു സാധ്യത ഇപ്പോൾ ഇല്ല. കാരണം അത്രയും സാച്ചുറേറ്റഡ് ആണ് മേഖല. പിന്നെ ഭൂമി നികുതി ഞാൻ പറഞ്ഞ കരമല്ല, ഫെയർ വാല്യൂ ആണ് പ്രധാന. ഒരു 10,000 കോടി രൂപയൊക്കെ നമ്മളതിൽ 600 കോടിയൊക്കെ കിട്ടാവുന്നത് ഫെയർ വാല്യൂ വർദ്ധിപ്പിക്കുമ്പോഴാണ്. ഫെയർ വാല്യൂ ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. കാരണം ലാൻഡ് ഡീലുകൾ വളരെ കുറവാണ്. റിയൽ എസ്റ്റേറ്റിനകത്ത് തകർച്ചയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒക്കെയുള്ള പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങനെ തനതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ വിഹിതം നമുക്ക് തരിക എന്നുള്ളതാണ്, അല്ലാതെ വേറെ കുറുക്ക് വഴിയില്ല. പക്ഷേ അതുവരെ ഈ എക്കണോമിക് ആക്ടിവിറ്റി മാനേജ് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ആകെ നമ്മൾ ചിലവാക്കുന്നതിൽ 30-30% മാത്രമേ 30-35% മാത്രമേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുള്ളൂ. മറ്റു പല സ്റ്റേറ്റും അത് 50%-അടുത്ത് കിട്ടുന്നുണ്ട്. നമുക്കത്ര കുറവാണ്. അപ്പോൾ അത് ധനകാര്യ കമ്മീഷനിൽ നല്ലപോലെ നമ്മൾ ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. മാറ്റം വരും. കുറച്ചുകൂടി ന്യായമായ പണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.